ഗുഡ് മോർണിംഗ് യൂറോപ്പ് ആനന്ദ ന്യൂസിലേക്ക് സ്വാഗതം. ഹീറ്റ് പമ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന 2 വ്യാജ പരസ്യങ്ങൾ കൂടി യുകെയിലെ പരസ്യ നിരീക്ഷണ ഏജൻസി നിരോധിച്ചു. ഒരാഴ്ച മുമ്പ് ഉപഭോക്താക്കൾക്ക് കുറഞ്ഞത് £500 ചിലവിൽ ഹീറ്റ് പമ്പ് സ്ഥാപിക്കാമെന്ന് അവകാശപ്പെട്ട് ഒക്ടോപസ് എനർജിയുടെ പരസ്യമാണ് പരസ്യ നിയന്ത്രണ അതോറിറ്റിയുടെ നിരോധനത്തിന് വിധേയമായത്. പാരീസ് യുദ്ധ സ്മാരകത്തെ അപമാനിച്ചതിന്റെ ഞെട്ടൽ ഫ്രാൻസ്. പാരീസ് യുദ്ധ സ്മാരകത്തിലെ തീയിൽ നിന്നും സിഗരറ്റ് കൊളുത്തിയ അജ്ഞാത സ്വദേശിക്കെതിരെ നിയമ നടപടിയെടുക്കണമെന്ന് പ്രോസിക്യൂഷൻ വിഭാഗത്തോട് ആവശ്യപ്പെട്ട് ഫ്രഞ്ച് വെറ്ററൻസ് ആൻഡ് മെമ്മോറിയൽ മന്ത്രി പെട്രീഷ്യസ് മിലാറിസ്. ആർക്ക് ഡെ ഡിഫ്രം അങ്കണത്തിലെ തീയിൽ നിന്നും സിഗരറ്റ് കൊളുത്തിയ പുരുഷന്റെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ഈ വ്യക്തിയെ അടിയന്തരമായി കണ്ടെത്തിയ അയാൾക്ക് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി പാരീസ് സ്റ്റേറ്റ് പ്രോസിക്യൂട്ടർമാർ മുമ്പാകെ ഉടൻ കേസ് ഫയൽ ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. അയർലൻഡിൽ വീണ്ടും ഇന്ത്യൻ വംശജന് നേരെ വംശീയാക്രമണം. ഡബ്ലിനിൽ നിന്നും ആണ് വീണ്ടും വംശീയാക്രമണം നടന്നതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ അയർലൻഡിൽ നിന്നും ഇന്ത്യൻ വംശജർക്ക് നേരെ നടക്കുന്ന 3ാമത്തെ ആക്രമണമാണ് ഇതെന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ലഖീർ സിംഗ് എന്ന ടാക്സി ഡ്രൈവറെ 2 പേർ ചേർന്ന് കുപ്പികൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ 23 വർഷമായി ഇയാൾ അയർലൻഡിൽ താമസിക്കുകയാണ്. കാർ വാടകയ്ക്ക് വിളിച്ച് 2 പേർ യാത്രക്കിടെ ലഖീർ സിംഗിന്റെ തലയ്ക്ക് കുപ്പികൊണ്ട് അടിക്കുകയായിരുന്നു. അയർലൻഡ് അടക്കമുള്ള അംഗരാജ്യങ്ങളിൽ യുവിന്റെ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നു. AI മോഡലുകൾ സുരക്ഷിതവും സുതാര്യവുമാണെന്ന് ഉറപ്പിക്കണമെന്ന് നിർമ്മാതാക്കളോട് ആവശ്യപ്പെട്ടതാണ് പുതിയ നിയമം. AI ഉപകരണങ്ങൾ നൽകുന്ന കമ്പനികളെ നിരീക്ഷിക്കുന്നതിന് സർക്കാർ സംവിധാനവും നിയമവും അനുശാസിക്കുന്നു. ഈ മേഖലയെ കെട്ടഴിച്ചു വിടാൻ US തയ്യാറാകുന്ന സാഹചര്യത്തിലാണ് യൂറോപ്പ് AIക്ക് മേൽ പിടിമുറുക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് EU AI നിയമം പ്രാബല്യത്തിൽ വന്നത്. ഘട്ടം ഘട്ടമായാണ് ഇത് നടപ്പിലാക്കുന്നത്. 2 പതിറ്റാണ്ടിനിടെ ആദ്യമായി അയർലൻഡിലെ ഒരു സർവകലാശാല നഴ്സിംഗ് സ്കൂൾ തുടങ്ങുന്നു. മെയ്നോത്ത് യൂണിവേഴ്സിറ്റിയുടെ പുതിയ നഴ്സിംഗ് സ്കൂളിന് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബോർഡ് ഓഫ് അയർലൻഡിന്റെ ഔദ്യോഗിക അംഗീകാരമായി. ഇവിടെ ആദ്യ ബാച്ച് പ്രവേശനം സെപ്റ്റംബറിൽ തുടങ്ങും. 30 വിദ്യാർത്ഥികൾക്കാണ് ഈ വർഷം പ്രവേശനം ലഭിക്കുക. CAU മുഖേന വഴി സ്കൂളിന്റെ BSc ഇൻ ജനറൽ നഴ്സിംഗ് പ്രോഗ്രാമിലുള്ള അപേക്ഷകൾ 28 മുതൽ സ്വീകരിക്കും. അടുത്ത 4 വർഷത്തിനുള്ളിൽ 100 വിദ്യാർത്ഥികൾക്ക് വരെ പ്രവേശനം ലഭിക്കുമെന്നും MU സ്കൂൾ ഓഫ് നഴ്സിംഗിന്റെ മേധാവി പ്രൊഫസർ ഫിൻഡാൻ ഷെറിൻ പറഞ്ഞു. ഫ്രാൻസുമായുള്ള അഭയാർത്ഥി കരാറിന്റെ ഗതാഗത ചെലവുകൾ UK വഹിക്കുമെന്ന റിപ്പോർട്ട്. അതായത് 1 in 1 ഔട്ട് കരാർ പ്രകാരം അഭയം തേടുന്നവരെ ഫ്രാൻസിലേക്കും തിരിച്ചും കൊണ്ടുപോകുന്നതിനുള്ള ചെലവുകൾ UK വഹിക്കുമെന്നും പുറത്തു വന്നിട്ടുണ്ട്. റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അടുത്ത വർഷം ജൂൺ 11-നകം കരാർ പുതുക്കേണ്ടി വരും. ഇരു കക്ഷികളും 1 മാസത്തെ നോട്ടീസ് നൽകിയാൽ കരാർ അവസാനിപ്പിക്കാമെന്നും സർക്കാർ പരസ്യമാക്കിയ രേഖകളിൽ സൂചിപ്പിക്കുന്നു. ഈ വേനൽ അവധിക്കാലത്ത് UKയിലെ വിദ്യാർത്ഥികൾക്ക് മലയാളം അക്ഷരം പഠിക്കാൻ ഒരു ചുവടുവയ്പ് എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് കേരള ചാപ്റ്റേഴ്സ് പീറ്റർബറോ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മലയാളം ക്ലാസുകൾ ആരംഭിച്ചു. ആദ്യ ക്ലാസ് KPCC ജനറൽ സെക്രട്ടറിയും പ്രിയദർശിനി പബ്ലിക്കേഷൻസ് വൈസ് ചെയർമാനുമായ പഴകുളം മധു ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. 3ാം ക്ലാസ് മുതൽ A ലെവൽ വരെയുള്ള 21 വിദ്യാർത്ഥികൾ ആദ്യ ദിന ക്ലാസ്സിൽ പങ്കെടുത്തു. ദീപിക ഡൽഹി ബ്യൂറോ ചീഫ് ആൻഡ് നാഷണൽ അഫയേഴ്സ് എഡിറ്റർ ജോർജ് കള്ളിവയലിൽ, UK പ്രമുഖ മലയാളി സാഹിത്യകാരനും ലോക റെക്കോർഡ് ജേതാവുമായ കരൂർ സോമൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി സൈമൺ ചെറിയാൻ, യൂണിറ്റ് ട്രഷറർ ദിനു എബ്രഹാം, സിബി അറയ്ക്കൽ, അനൂജ് മാത്യു തോമസ്, ജോബി മാത്യു എന്നിവർ നേതൃത്വം നൽകി. 10 ദിന കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പിന്നീട് പ്രത്യേകമായി ഒരുക്കുന്ന ചടങ്ങിൽ വെച്ച് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. ആഗസ്റ്റ് 30 ശനിയാഴ്ച റോദർഹാം ആൻവേഴ്സ് തടാകത്തിൽ വെച്ച് നടക്കുന്ന യുക്മ ഫസ്റ്റ് ബോൾ കേരള പൂരം വള്ളംകളിയുടെ വനിതാ വിഭാഗത്തിൽ ഇത് ആദ്യമായി 12 വനിതാ ടീമുകൾ പങ്കെടുക്കുന്നു. യുക്മ കേരളപുരം വള്ളംകളി ആരംഭിച്ച 2017 മുതൽ വനിതാ വിഭാഗം മത്സരങ്ങൾ നടന്നിരുന്നുവെങ്കിലും ഇത് ആദ്യമായാണ് 12 ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കുവാനെത്തുന്നത്. യുക്മ ഫസ്റ്റ് കോൾ കേരളപുരം വള്ളംകളി 2025 ഏറ്റവും ഭംഗിയായി നടത്തുവാനുള്ള ക്രമീകരണങ്ങളാണ് നടന്നു വരുന്നതെന്നും യുക്മ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ, ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ, ട്രഷറർ ഷീജോ വർഗീസ് എന്നിവർ അറിയിച്ചു. യുക്മ ട്രോഫിക്ക് വേണ്ടിയുള്ള 7ാമത് വള്ളംകളിയിൽ മത്സര വിഭാഗത്തിന് 32 ടീമുകളാണ് പങ്കെടുക്കുന്നത്. നോർത്ത് വെൽസിലെ വളരെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായ വിശുദ്ധ വിനിഫ്രണ്ടിന്റെ അത്ഭുതങ്ങളും സ്ഥിതി ചെയ്യുന്ന ഹോളി വെൽ തീർത്ഥാടനം ഈ മാസം 17 ഞായറാഴ്ച നടക്കും. റെക്സം രൂപത കേരള കമ്മ്യൂണിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഹോളി വെൽ തീർത്ഥാടനം. 17 ഞായറാഴ്ച 2:30 റെക്സം രൂപത കേരള കമ്മ്യൂണിറ്റി ഹോളി വെൽ ചർച്ചിൽ മലയാളം കുർബാനയും തുടർന്ന് പരിശുദ്ധകുളം സന്ദർശനവും നടത്തപ്പെടും. കുർബാനയിൽ റെക്സം രൂപതയിലെ മറ്റ് വൈദികരും പങ്കെടുക്കും. സെന്റ് മേരീസ് സീറോ മലബാർ ചർച്ച് ലിമറിക്കിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള ലിമറിക് ബൈബിൾ കൺവെൻഷൻ ഈ വർഷം ഓഗസ്റ്റ് 15, 16, 17 ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ ലിമറിക് പാട്രിക് സെൽ
റേസ് കോഴ്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തും. കോട്ടയം പാമ്പാടി ഗുഡ് ന്യൂസ് ധ്യാനകേന്ദ്രത്തിലെ ധ്യാന ഗുരുക്കന്മാരായ ഫാദർ ജിൻസ് ടീങ്കലിൽ SGN, ഫാദർ നോബൽ തോട്ടത്തിൽ SGN എന്നിവരാണ് ഈ വർഷത്തെ കൺവെൻഷൻ നയിക്കുന്നത്. വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്കുള്ള പ്രത്യേക ധ്യാനവും ലിമെറിക്കൽ ബൈബിൾ കൺവെൻഷൻ 2025 ഭാഗമായി ഉണ്ടായിരിക്കുന്നതാണ്. സ്വിറ്റ്സർലൻഡിലെ കണ്ടൂണുകളിൽ മൊബൈൽ ഫോൺ മോഷണങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ജനീവ, ബാസൽ, ന്യൂഷെൽറ്റൽ എന്നിവിടങ്ങളിലാണ് മൊബൈൽ മോഷണം കൂടുതലായി നടക്കുന്നത്. AXA ഇൻഷുറൻസ് കണക്കുകൾ പ്രകാരം ജനീവയിൽ ശരാശരിയേക്കാൾ 2 ഇരട്ടിയോളം അധികം ഫോണുകൾ മോഷ്ടിക്കപ്പെടുന്നു. ഇത് സ്വിറ്റ്സ് ശരാശരിയേക്കാൾ 5 ഇരട്ടിയോളം കൂടുതലാണ്. അതുപോലെ തന്നെ ടിഷിനോയേക്കാൾ 4 ഇരട്ടിയോളം കൂടുതലും. ന്യൂസിലാൻഡിൽ തൊഴിലില്ലായ്മ നിരക്ക് കഴിഞ്ഞ 9 വർഷത്തെ കാലയളവിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തുകയാണെന്ന് സാമ്പത്തിക വിദഗ്ധരുടെ റിപ്പോർട്ട്. തൊഴിൽ വിപണിയെ ബാധിച്ച മാന്ദ്യത ഇപ്പോഴും തുടരുന്നുണ്ട്. പുതിയ നിയമനത്തെക്കാളും കൂടുതലാണ് പിരിച്ചുവിടൽ സംഭവിക്കുന്നത്. ഇക്കഴിഞ്ഞ 2 വർഷത്തെ 40,000 പേർക്കാണ് തൊഴിലുകൾ നഷ്ടപ്പെട്ടത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സാമ്പത്തിക ഉയർച്ച പ്രതീക്ഷിച്ച പല സ്ഥാപനങ്ങളും നിലവിലുള്ള ജീവനക്കാരെ നിലനിർത്താൻ തീരുമാനിച്ചതിനാൽ തൊഴിലില്ലായ്മ ചില മേഖലകൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റുന്നുണ്ട്. എന്നിരുന്നാലും ഉയർന്ന ശമ്പളമുള്ള തസ്തികയിൽ ഇരിക്കുന്നവരുടെ ജോലി ഏതു നിമിഷവും ഇല്ലാതാകാം എന്ന അവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. അതായത് ഉയർന്ന തസ്തികയിൽ ഉള്ള 2 പേരിൽ ഒരാളെ ഒഴിവാക്കി 2 പേരുടെ ജോലി ഒരാളെ കൊണ്ട് ചെയ്യിക്കുന്ന രീതിയും പല സ്ഥാപനങ്ങളും നടപ്പിലാക്കുന്നുണ്ട്. കെൻസ്കോഫിലെ അനാഥാലയത്തിൽ നിന്നും തോക്കുധാരികൾ തട്ടിക്കൊണ്ടുപോയ സംഘത്തെ മോചിപ്പിക്കാൻ ഹെയ്തിയോട് അയർലൻഡ് ആവശ്യപ്പെട്ടു. ഒരു ഐറിഷ് മിഷണറിയും 3 വയസ്സുള്ള കുട്ടിയും ഉൾപ്പെടെ 8 പേരെ തോക്കുധാരികൾ കൊണ്ടുപോയത്. ഇവരുടെ മോചനം ഉറപ്പാക്കാൻ വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ടെന്നും അയർലൻഡ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഐറിഷ് വിദേശകാര്യമന്ത്രി സൈമൺ ഹാരിസ് ഹെയ്ദിൻ വിദേശകാര്യമന്ത്രിയുമായി രാത്രി മുഴുവൻ സംസാരിച്ചുവെന്നും സർക്കാർ പ്രസ്താവനയിൽ വ്യക്തമാക്കി. യൂറോപ്പ് ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.